കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം 4 നില കെട്ടിടത്തിന് മുകളിൽ ഭീതി പരത്തി നിന്ന തേനീച്ചക്കൂട് നീക്കം ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയാണ് കട്ടപ്പന സ്വദേശി ഷുക്കൂർ അതിസാഹസികമായി തേനീച്ചക്കൂട് നീക്കം ചെയ്തത്. കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് മുകൾ ഭാഗത്തായിട്ടുള്ള സ്വകാര്യ കെട്ടിടത്തിന്റെ 4ാം നിലയിലാണ് പെരുന്തേനീച്ച കൂട് കൂട്ടിയിരുന്നത്. ഏതാനും നാളുകളായി കൂടിവിടെ നിലകൊള്ളുകയാണ്. ചെറിയ രീതിയിൽ തേനീച്ചക്കൂടുണ്ടായിരുന്ന സമയത്ത് കെട്ടിട ഉടമയടക്കം ഇത് ആദ്യം ഗൗരവമായി കണ്ടിരുന്നില്ല. പിന്നീട് അതിവേഗം കൂട് വലുതാവുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തതോടെയാണ് പെരുന്തേനീച്ചകളാണ് കൂട് കൂട്ടിയതെന്ന് മനസ്സിലായത്. ഇവ 5 കുത്തിയാൽ മരണം വരെ സംഭവിക്കാം. ഇവയെ നീക്കം ചെയ്യാൻ പലരെയും സമീപിച്ചെങ്കിലും കൂട് ഇത്രയും ഉയരത്തിലും ചില്ലിട്ട കെട്ടിടത്തിന് വെളിയിലുമായതിനാൽ പലരും വിസമ്മതിച്ചു. ഇതിനു മുമ്പ് പെട്രോൾ പമ്പ് ജീവനക്കാർക്കും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ആളുകൾക്കും കുത്തേൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കെട്ടിട ഉടമ പാമ്പ് പിടുത്ത വിദഗ്ധൻ MK ഷുക്കൂറിനെ സമീപിച്ചത്. ആൾക്കാർ സഞ്ചരിക്കുന്ന വഴിയും പെട്രോൾ പമ്പും അതുപോലെ തന്നെ തുണിക്കടയൊക്കെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് വളരെ അപകടകരമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരെയും കൊണ്ടുവന്നു പറഞ്ഞു തീർക്കാൻ വേണ്ടി പലരും പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്തായാലും നമ്മൾ 1-2 പേരെ നമ്മുടെ സഹായികളെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് മടിയാണ്. ഇതിൻ്റെ പൊക്കവും ഹൈറ്റും ഒക്കെ കണ്ടപ്പോൾ അവരും പിന്മാറി. എന്തായാലും ഏറ്റെടുത്ത കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ തനിച്ചാണ് ഇപ്പോൾ ഇതെടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അത് 4ാം നിലയുടെ മുകളിലാണ്. താഴെ നിന്നും വളരെ ഹൈറ്റ് തോന്നുന്നു. അതുപോലെ തന്നെ കടകളൊന്നും ഞങ്ങളൊരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കടയൊന്നും അടച്ചു വന്നില്ല, ആളുകളെല്ലാം പോയി കിട്ടിയില്ല. ഇപ്പോഴാണ് ഒരു 10:30 ആയപ്പോഴത്തേക്കാണ്, ഏകദേശം 10-10:45 ആവുന്നു. ഇപ്പോഴാണ് നമുക്കൊന്ന് എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടുന്നത്. മുമ്പ് തേനീച്ചകൾക്ക് പരിക്കേൽക്കാതെ കൂടുകൾ നീക്കം ചെയ്ത പരിചയമുള്ള ഇദ്ദേഹം ഒറ്റയ്ക്കാണ് സാഹസിക ശ്രമം നടത്തിയത്. സുരക്ഷാ കവചമണിഞ്ഞ കെട്ടിടത്തിന് ഗ്ലാസ് നീക്കിയ ശേഷം തേനീച്ചകൾക്ക് അധികം പരിക്കേൽക്കാതെയാണ് കൂട് നീക്കിയത്. ഇതിനായി ചെറിയ രീതിയിൽ പുകച്ച ശേഷം തേനീച്ചകളെ നീക്കി. ബാക്കിയുള്ളവയെ തുടച്ചു മാറ്റിയ ശേഷം കൂട് നീക്കം ചെയ്തു. കാടുകളിൽ കൂടുതലായി കാണപ്പെടുന്ന പെരുന്തേനീച്ചകൾ നഗരങ്ങളിൽ വലിയ മരങ്ങൾക്ക് മുകളിലും ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ പുറം സ്ഥലങ്ങളിലുമായിട്ടാണ് കൂട് കെട്ടുന്നത്. അർദ്ധവൃത്താകൃതിയിലായിരിക്കും പല കൂടുകളും. ഒരു കാലത്ത് ധാരാളമായി കണ്ടിരുന്ന പെരുന്തേനീച്ചകൾ അപൂർവമാണിപ്പോൾ. അക്രമകാരിയായതിനാൽ ഇവയെ കണ്ട ഉടനെ കത്തിച്ചോ കീടനാശിനി തളിച്ചോ നശിപ്പിക്കുകയാണ് സ്വാഭാവികമായി ആളുകൾ ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കെട്ടിട ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സാഹസികമായി കൂട് മാത്രം ഷുക്കൂർ നശിപ്പിച്ചത്. ഇതിനായി സ്വയം വികസിപ്പിച്ചെടുത്ത ലായനിയും ഉപയോഗിച്ചിരുന്നു. എന്നിരുന്നാലും 4 ദിവസത്തേക്ക് തേനീച്ചയുടെ സാന്നിധ്യം മേഖലയിലുണ്ടാകും. പിന്നീട് ഇവ ഇവിടെ നിന്ന് വളരെ ദൂരം മാറിപ്പോകുന്നതാണ് പതിവ്. കൂടുണ്ടായിരുന്ന കെട്ടിടത്തിന് സമീപം നിരവധി കിളികൾ കൂട് കൂട്ടിയിരുന്നു. ഇത് തേനീച്ച കൂട് ഇളകുന്നതിനുള്ള സാധ്യതയും ഉണ്ടാക്കി. ഇതോടെ പലരും ആശങ്കയിലുമായിരുന്നു.